അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അറിവുള്ളവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അവർ നേടിയിട്ടുള്ളത് ഈ ദുനിയാവിലെ ഏറ്റവും ഖൈറായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈറ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ദീനിൽ ആഴത്തിലുള്ള അറിവ് നൽകും. അള്ളാഹു ഖൈറുദ്ദേശിച്ചതിൻ്റെ അടയാളം ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തോ ദുനിയാവിലെ മറ്റു സൗകര്യങ്ങളോ അല്ല. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന അറിവാണ്, ഇൽമാണ് അള്ളാഹു നൽകുന്ന ഖൈറ്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ വിജ്ഞാനത്തിൻ്റെ സരസ്സുകളെ തേടി അവർ യാത്ര തിരിച്ചു. അറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉടനീളം. മഹാനായ ഇമാം അഹ്മദ്, അദ്ദേഹം ഒരിക്കൽ മഷിക്കുപ്പിയുമായി വാർദ്ധക്യ സമയത്ത് നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾ ഈ പഠനം നിർത്തുക? ഈ സമയത്തും നിങ്ങൾ വായിക്കുകയും പഠിക്കുകയുമാണോ? അതിന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല നൽകിയ മറുപടി, മഅൽ മഹ്ബറത്തി ഇലൽ മഖ്ബറ. മഷിക്കുപ്പിയോടുകൂടെ മഖ്ബറയിലേക്ക്, അഥവാ മരണപ്പെടുന്നതുവരെ, മഖ്ബറയിലെത്തുന്നതുവരെ എഴുത്തും വായനയും ദീനി പഠനവുമായി മുന്നോട്ടു പോവുക എന്നതാണ് എൻ്റെ നിലപാട് എന്നതായിരുന്നു. ഒരിക്കൽ ബഗ്ദാദിൽ ചെറിയ കുട്ടികളുടെ കൂടെ വിജ്ഞാന സദസ്സിലേക്ക് ഓടുന്ന ഇമാം അഹ്മദിനെ കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് അവിടെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ലജ്ജിക്കുന്നില്ലേ ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ വിജ്ഞാന സദസ്സിലേക്ക് ഓടാൻ? നിങ്ങൾ എപ്പോഴാണ് ഈ പഠനം നിർത്തുക? അവിടെയും ഇമാം അഹ്മദ് നൽകിയ മറുപടി, ഇൻഷാ അള്ളാഹ്, മരണസമയത്ത് ഞാൻ എൻ്റെ പഠനം നിർത്തുമെന്നാണ്. നമ്മുടെ മുൻഗാമികൾ അവർ വിജ്ഞാനത്തെ സ്നേഹിച്ചു, വിജ്ഞാനം കൊതിച്ചു, അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് കേൾക്കുന്നതിന് വേണ്ടി ഒരു മാസക്കാലം യാത്ര ചെയ്തിട്ടുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യങ്ങൾ പരിമിതമാണ്, യാത്രയുടേതായ എല്ലാ പ്രയാസങ്ങളുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ട് ഒരു ഹദീസിന് വേണ്ടി, പലപ്പോഴും കേട്ട ഹദീസ് തന്നെ ആ ഹദീസ് പറഞ്ഞു തന്ന സ്വഹാബി ഇന്ന നാട്ടിലുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും അവിടേക്ക് യാത്ര തിരിക്കുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഖലഫ് ബിൻ ഹിഷാം, അദ്ദേഹം നഹ്വിലെ ഒരു മസ്അല, നഹ്വുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 80,000 ദിർഹം ചിലവഴിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇബ്നു മൻദ നാട്ടിൽ നിന്ന് ദീന് പഠിക്കാൻ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു പ്രായം. പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 65 വയസ്സിലാണ്, 65ാമത്തെ വയസ്സിലാണ്. 45 കൊല്ലം പഠനത്തിന് വേണ്ടി മറ്റൊരു നാട്ടിൽ അദ്ദേഹം ചിലവഴിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം വിജ്ഞാനം നേടുന്നതിന് വേണ്ടി, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിജ്ഞാനം തേടിയുള്ള യാത്രകളിൽ മുഴുകിയെങ്കിൽ ആ മുൻഗാമികളുടെ പിൻഗാമികളായ നമ്മൾ പിറകോട്ട് പോയിക്കൂടാ. വിജ്ഞാന സദസ്സുകളെ കൊതിക്കുകയും അവിടെ ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.